ഇനി CPIയുടെ വിലയിരുത്തലുകളിലേക്കാണ്. അവർ എങ്ങനെ കാണുന്നു തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ? ഈ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ചേർന്ന CPI ദേശീയ കൗൺസിലിൽ നിന്ന് വിട്ടുനിന്നിരിക്കുന്നു. കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ, സംസ്ഥാനത്ത് നിന്നുള്ള 14 ദേശീയ കൗൺസിൽ അംഗങ്ങളിൽ 9 പേരും യോഗത്തിനെത്തിയില്ല. നേതാക്കൾ കൂട്ടത്തോടെ വിട്ടുനിന്നതോടെ റിപ്പോർട്ട് അവതരിപ്പിക്കാൻ പോലും ആളുണ്ടായില്ല. അതേസമയം നേതാക്കൾ വിട്ടുനിന്നതിൽ അസ്വാഭാവികത ഇല്ലെന്ന് CPI ജനറൽ സെക്രട്ടറി D. രാജ പ്രതികരിച്ചു. No, don't say they have not participated. The very State Secretary himself was present in the meeting. Mr. Binay Vishwam was present. Mr. Santosh was present. Mr. Prakash Babu was present. Angelos was present. KP Rajendran was present. Some comrades, due to because elections just over, there are problems to meet people and even to express thanks. ആർ ശ്രീജിത്ത് ചേരുകയാണ്. ശ്രീജിത്ത്, തെരഞ്ഞെടുപ്പിന് പിന്നാലെ CPIM കഴിഞ്ഞ കാലങ്ങളിലുടനീളം സ്വീകരിച്ച നിലപാടുമായി ബന്ധപ്പെട്ട് CPIയിൽ അഭിപ്രായ ഭിന്നതകളുണ്ട്. പല നേതാക്കളും അത് പുറത്തു വന്ന് പറയുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ യോഗത്തിൽ കൂട്ടത്തോടെ നേതാക്കൾ എത്താതിരുന്നത് വലിയ വാർത്തയായി മാറുകയും ചെയ്യുന്നത്. D. രാജ വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അസ്വാഭാവികത ഇല്ല എന്ന്. അങ്ങനെയാണോ പക്ഷേ കാര്യങ്ങൾ? ഇതിൽ 14 ദേശീയ കൗൺസിൽ അംഗങ്ങളാണ് കേരളത്തിൽ നിന്ന് CPIയുടെ ദേശീയ കൗൺസിൽ അംഗങ്ങളായിട്ടുള്ളത്. ആ 14 പേരിൽ വെറും 5 പേർ മാത്രമാണ് പങ്കെടുത്തത്. അതിൽ തന്നെ 4 പേർ ദേശീയ എക്സിക്യൂട്ടീവ് അടക്കമുള്ള ഉന്നത സമിതികളിൽ അംഗമായ പ്രധാനപ്പെട്ട നേതാക്കളാണ്. ദേശീയ കൗൺസിൽ മാത്രം അംഗങ്ങളായ 10 പേരിൽ TJ ആഞ്ചലോസ് മാത്രമാണ് ദേശീയ കൗൺസിൽ യോഗത്തിനെത്തിയത്. അദ്ദേഹം തന്നെ 2 ദിവസത്തെ യോഗത്തിൽ 1 ദിവസം മാത്രമാണ് പങ്കെടുത്തത്. 1 ദിവസം പങ്കെടുത്ത് അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. ബാക്കിയുള്ള 9 ദേശീയ കൗൺസിൽ അംഗങ്ങളും ഈ നേതൃയോഗത്തിൽ പങ്കെടുത്തില്ല. മാത്രമല്ല, ഈ യോഗത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് കേരളമടക്കം 5 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അവലോകനം ചെയ്യുന്നതിനുള്ള യോഗമാണ്. കേരളത്തിലടക്കം വലിയ തോൽവി CPI നയിക്കുന്ന അടക്കമുള്ള മുന്നണിക്ക് നേരിട്ടു. അപ്പോൾ ഈ മുന്നണിക്കുണ്ടായ ജയപരാജയങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഇനി എങ്ങനെ തെറ്റുതിരുത്തി മുന്നോട്ട് പോകാമെന്ന് ആലോചിക്കുന്ന യോഗത്തിൽ പ്രധാന നേതാക്കൾ വിട്ടുനിൽക്കുമ്പോൾ അതിൽ അസ്വാഭാവികതയുണ്ട്. അത് CPI അകത്ത് വലിയ തോതിൽ ചർച്ചാ വിഷയമായിട്ടുണ്ട്. മാത്രമല്ല, CPIയുടെ സംഘടനാ രീതി അനുസരിച്ച് ഓരോ സംസ്ഥാനങ്ങളിലെയും റിപ്പോർട്ട് അവതരിപ്പിക്കേണ്ടത് അതാത് സ്ഥലങ്ങളിൽ നിന്നുള്ള ദേശീയ കൗൺസിൽ അംഗങ്ങളാണ്. അങ്ങനെ കേരളത്തിന് വേണ്ടി ദേശീയ കൗൺസിൽ ആരും റിപ്പോർട്ട് അവതരിപ്പിക്കാൻ ദേശീയ കൗൺസിൽ അംഗങ്ങൾ ആരും ഇല്ലാത്തതുകൊണ്ട് ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം P. സന്തോഷ് കുമാറാണ് ആ ചുമതല നിർവഹിച്ചത്. D. രാജ ഇത്തരമൊരു ന്യായീകരണമൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ പോലും അത് വസ്തുതാപരമല്ല. 9 പേർ മാറി നിന്നത് അസ്വാഭാവികമായി തന്നെയാണ് പാർട്ടി നേതൃത്വം കാണുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.